أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى، فتزيد ورودا وتلاوى، وتراها عين الرحمن. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى، فتزيد ورودا وتلاوى، وتراها عين الرحمن. وصدور تشتاق إلى القرآن وربك يشرحها دفءا وشفاء، فيحسون الأرض سماء. طبتم يا أهل القرآن، يا أفلاكا دارت ألقا، ضيئي شرفا ضيئي بتراتيل القراه، وأضيئي أفئدة الحفظة يا സദസ്സിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. أفواه تشرب من وحي الرحمن وربك
يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. وصدور تشتاق إلى القرآن وربك يشرحها دفءا وشفاء فيحسون الأرض سماء. طبتم يا أهل القرآن يا أفلاكا دارت ألقا ضيئي شرفا ضيئي بتراتيل القراه وأضيئي أفئدة الحفظة يا حلق الذكر الريان. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. زمر النور وما أجملهم بين ذهاب ومجيء كالنحل يلاقيك رحيقا ويعود سموا وبريقا. إن لغايتهم تيجان شرف الطالب بالمطلوب كتاب الله يتوج أهله. من علم فيه وتعلم من أكرمه فهو مكرم وجزاء الحسنى إحسان. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. കുറച്ച് ഭാഗത്തെ വിദ്യാഭ്യാസപരമായി വർദ്ധിക്കൊണ്ടുവരാൻ തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു മഹാമനുഷ്യനെ ആദരിക്കുന്ന അഭിമാനകരമായ നിമിഷമാണ്. കേരളത്തിൻ്റെ മത സാംസ്കാരിക രാഷ്ട്രീയ വഴികളിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും പ്രഭ ചൊരിയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ നിമിഷമാണിത്. അതുപോലെ തന്നെ പ്രസംസായികതയിലുള്ള കിതാബുകൾ ഇക്കാലത്ത് നിലപൂർവ്വം എന്നീ രണ്ട് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ആദർശ രാഷ്ട്രീയത്തിന്റെ ഉന്നതകാരണമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യവും ഏറെ സന്തോഷം നൽകുന്നതാണ്. അക്കൂടയിൽ മുഴുകിപ്പോകുമായിരുന്ന ഒരു ജനതയെ വിദ്യാഭ്യാസത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പ്രൊഫസർ മുഹമ്മദ് സാഹിബിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്
ഉമ്മത്തൂരിൽ സഖാഫത്തിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ സാമ്പത്തികമോ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു കാലത്ത് തന്റെ നാടിനെ വിജ്ഞാനതീരത്തിൽ കൂടി കൈപിടിച്ച് നടത്താൻ നിയോഗിക്കപ്പെട്ട ഒരു മഹാമാനുഷിയാണ് അദ്ദേഹം. സാഹിബ് ആധുനിക ഉമ്മത്തൂരിന്റെ പിതാവാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനിൽ നിന്നും അബു സഹാബ് മലവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മലബാറിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിനോ ദീർഘകാലമായി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷകനും നേതാവുമാണ്. അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതനാണ്. ദക്ഷിണേന്ത്യയിലെ അലിഗഡായ ഫറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. ചരിത്രം എല്ലാവർക്കും വായിക്കാൻ കഴിയും. കഴിവുള്ളവർക്ക് അത് പഠിപ്പിക്കാൻ കഴിയും. നല്ല കഴിവുള്ളവർക്ക് ചരിത്രം എഴുതാനും കഴിയും. പക്ഷെ പതിയെ ആളുകൾക്കും ചരിത്രത്തിന് മൂകസാക്ഷികളാകാൻ വേണ്ടി മാത്രമേ കഴിയൂ. മുഹമ്മദ് സാഹിബ് ചരിത്രം സൃഷ്ടിച്ചവരാണ്. അതെല്ലാവർക്കും കഴിയും. ചരിത്രം സൃഷ്ടിച്ചവരെ ചരിത്രത്തിന്റെ ഭാഷയിൽ നാം വിശേഷിപ്പിക്കുന്നത് മഹാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നാണ്. തന്റെ ദീർഘമായ ജീവിതകാലം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അനേകം തലമുറകളെ വിദ്യാഭ്യാസ രംഗത്തെ കാനയിച്ചിട്ടുള്ള മഹാനവറുകളാണ് പ്രൊഫസർ പി മുഹമ്മദ് സാഹിബ്. ഉമ്മത്തൂര് മാറണം സാംസ്കാരിക ദൈക്ഷണിക മേഖലകളിൽ ഉമ്മത്തൂരിൻ്റെ ചരിത്രത്തെ പൊളിച്ചെഴുതിയ ഉമ്മത്തൂരിൻ്റെ നായകനായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് സാഹിബിനെ ഇന്ന് ഈ നാട് ആദരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ഹസൻ സാഹിബും അധ്യക്ഷ പ്രസംഗത്തിൽ പുന്നക്കൽ അഹമ്മദ് സാഹിബും വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആദരവ് ചടങ്ങിൽ നാദാപുരത്ത് വെച്ച് ഡോക്ടർ പി കുഞ്ഞാലിക്കുട്ടി അവരുടെ പേരുള്ള അവാർഡ് നൽകാനും എനിക്ക് അവസരം കിട്ടിയിരുന്നു. ഇത് യാദൃച്ഛികമാണെങ്കിലും മുഹമ്മദ് സാഹിബിനെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നലെയാണ് അവാപ്പ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു പറയുന്നത്, പാറക്കടവിൽ മുഹമ്മദ് സാഹിബിൻ്റെ ഒരു പുസ്തക പ്രകാശനം ആദരിക്കൽ ചടങ്ങുമുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉടൻ എന്തെങ്കിലും സംവിധാനം ചെയ്തുകൊണ്ട് ഇവിടെ എത്തണം. കാരണം അദ്ദേഹം നമ്മുടെ കുടുംബവും നമ്മുടെ പ്രസ്ഥാനവും ഈ സമൂഹത്തിന് ഒരുപാട് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് അവിടെ പങ്കെടുക്കണം, ഞാൻ യാത്രയ്ക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുക.
മാത്രമല്ല വളരെ പ്രമുഖരായിട്ടുള്ള ബഹുമാനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവர்களுം ആത്മദാസരിയും അടക്കമുള്ള ഒരുപാട് ഷുഹൈബ് ഹൈത്തമിയും MLA-യും ഒക്കെ അടക്കമുള്ള ഒരു വലിയ സമ്പന്നമായ സദസ്സ്, മറ്റൊരു കാണാത്ത ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ ഈ മത്തൂരിൻ്റെ സഖാഫിൻ്റെ സഹസ്ഥാപനമായിട്ടുള്ള ഈ ഒരു ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹവുമായി ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം ആരാണ് മമ്മൂ സാഹിബ് എന്ന്. ഒരു കാലത്ത് ഈ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾ സ്കൂൾ പോലും മുഴുവൻ പൂർത്തിയാക്കാത്ത സമയത്ത് പലരും പേരിന് സ്കൂളിൽ പോകും, പക്ഷേ പലരും ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കാലത്ത് അന്ന് മടപ്പള്ളി കോളേജിലും ബ്രണ്ണൻ കോളേജിലും ഒക്കെ പഠിച്ചവർ മൈസൂരിൽ പോയി പഠിച്ച് പിന്നീട് 67-ൽ ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകനായി മാറുക എന്നുള്ളത് കേവലം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാറക്കടവുകാരന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒന്നാണ്. ഫറൂഖ് കോളേജിൽ പോയി പഠിക്കുക എന്നത് പോലും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചത് ഈ അടുത്താണ്. ആ കാലത്താണ് 67-ൽ ഇവിടെ അധ്യാപകനായി അവിടെ നിയോഗിക്കപ്പെടുക എന്നുള്ളത് വലിയ അംഗീകാരവും അത്ഭുതവുമായി നമ്മൾ കണ്ടൊരു വിഷയമാണ്. 6 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം, അധ്യാപന ജീവിതവും റിട്ടയർഡ് ആയതിനു ശേഷമുള്ള ജീവിതവും നമുക്കറിയാം. പലരും അധ്യാപകരായി ആ കോളേജിൽ അവരുടേതായ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ച് റിട്ടയറായി സ്വസ്ഥമായി ജീവിക്കുന്നവരാണ്. പക്ഷേ മമ്മൂ സാഹിബ് ചെയ്തത്, അദ്ദേഹം അധ്യാപകനായിരിക്കെ തന്നെ അദ്ദേഹം ഇവിടെ നേരത്തെ പുന്നക്കൽ അഹമ്മദ് സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു വലിയ സങ്കല്പം അതെങ്ങനെയാണോ സാധിച്ചത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ പോരാട്ട വീര്യം കെടാത്ത നമ്മുടെ മുൻഗാമികൾ, അന്ന് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള ശത്രുത, നമുക്കിടയിൽ വർഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കി അതിലൂടെ അധികാര ലാഭം ഉണ്ടാക്കി ഈ നാടിനെ കൊള്ളയടിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ, അവരോടുള്ള വിയോജിപ്പ് കാരണം അവരന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, മദ്രാസ് യൂണിവേഴ്സിറ്റി, കൽക്കട്ട യൂണിവേഴ്സിറ്റി ഒക്കെ ബ്രിട്ടീഷുകാർ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. അവിടേക്ക് പോയി പഠിക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ റിലക്റ്റൻസ് ആയിരുന്നു. അവിടെ പോയി പഠിക്കുന്നതിൽ അവർക്ക് മാനസികമായി അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമായി. ഒരു പ്രതിപാദനെ പോറ്റുന്നേ കരുണാഗ്രഹം താരം പ്രസവം സാഹിബവരാദരവ ആ പൊന്മുഖം ഞങ്ങൾ നാട്ടുന്നേ ആദരവായ ആ പൊന്മുഖം ഞങ്ങൾ നാട്ടുന്നേ കൗതുകമേറും കഥയിത കേൾക്കൂ പ്രതിപാദനെ പോറ്റുന്നേ കരുണാഗ്രഹം താരം പ്രൊഫസർ ആദരവാൽ ആ പൊന്മുഖം ഞങ്ങൾ
സാഹിബ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിചയപ്പെട്ട നാൾ മുതൽ എനിക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എല്ലാ കാലത്തും മമ്മൂ സാഹിബ് എൻ്റെ അഭ്യുദയകാംക്ഷിയാണ്. അദ്ദേഹം ഇടത്തൊക്കെ തന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും പങ്കുവെക്കുകയും ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ആദരം വർദ്ധിക്കുകയാണ്. മടപ്പള്ളി കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട മമ്മൂ സാഹിബ് മടപ്പള്ളി കോളേജ് യൂണിയന്റെ അനിശ്ചിതനായ ചെയർമാനായിട്ട് പ്രവർത്തിച്ച കാലമായിരുന്നു അത്. അത് നിസ്സാരമായൊരു തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നില്ല. വൻപിച്ച വോട്ടുകൾ നേടിക്കൊണ്ടാണ് പ്രിയങ്കരനായ മമ്മൂ സാഹിബ് കോളേജിലെ അന്നത്തെ ചെയർമാനാകുന്നത്. ആ വിജയശീലാർജനായ മമ്മൂ സാഹിബിനെ ഞങ്ങളൊക്കെ തന്നെ അത് എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചതെന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തു നോക്കിയാണ്. അന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടല്ല മമ്മൂ സാഹിബ് എത്രയും വൻപിച്ച വിജയം ആ കോളേജിൽ നേടിയെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല. ഇതിനർത്ഥമൊന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമൊന്നും ഇല്ല എന്നല്ല. പക്ഷെ മമ്മൂ സാഹിബ് കോളേജിന്റെ ചെയർമാനായിട്ട് മത്സരിക്കുന്നെന്ന് വന്നപ്പോൾ അന്ന് മടപ്പള്ളി കോളേജിൽ ആദ്യത്തെ KSUവിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയ ഞാനടക്കം അദ്ദേഹത്തിനായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്ന പൊതു തീരുമാനമാണ് ഞങ്ങളൊക്കെ തന്നെ അന്ന് നിർത്ത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മൂത്തൂർ സഖാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും പ്രസിഡന്റുമായി തുടരുകയും ചെയ്യുന്ന പ്രൊഫസർ മമ്മൂ സാഹിബ് സുദീർഘമായ കാലയളവിലെ തൻ്റെ യാത്രയിൽ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ഒരു തലമുറയെ വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് അവരെ മാറ്റിവിളിച്ച് പഠിപ്പിക്കുകയും വിദ്യയാണ് ഏറ്റവും പ്രധാനം എന്ന കാഴ്ചപ്പാടോടെ ഒരു പ്രദേശത്തെയും അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ആളുകളെയും പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഭാഗമായിന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വലിയ ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ട്. ഏറെ സന്തോഷത്തോടും അതിലുപരിയായി അഭിമാനത്തോടും കൂടിയാണ് ഈ മഹത് വ്യക്തിത്വത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്ന അവസരത്തിൽ തന്നെ വളരെ പ്രധാനമായി പുന്നക്കൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏറെ പേർ ചരിത്രം എഴുതിയിട്ടുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്ത് ചരിത്രം എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചരിത്രം എഴുതിയവരും ചരിത്രം പഠിക്കുന്നവരും ചരിത്രം പഠിപ്പിക്കുന്നവരും എത്രയോ അധികം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും നമ്മുടെ നാട്ടിൽ ചരിത്രം സൃഷ്ടിച്ചവർ വളരെ കുറവാണ് എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടവരാണ് ഉമ്മത്തൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ജാതീയതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു കാലഘട്ടത്തെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏത് അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മമ്മൂ സാഹിബിന്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ആ വഴികളിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമുക്കറിയാം, പ്രീ പ്രൈമറി മുതൽ സർവകലാശാലകളിലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാടിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ യശസ്സ് ഉയർത്തി നിൽക്കുന്ന ഈ സഖാഫത്ത് പ്രസ്ഥാനത്തിന്റെ നമ്മളിലേക്ക് സംഭാവന ചെയ്ത നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രിയപ്പെട്ട മമ്മൂക്കയെ പറ്റി പറയുമ്പോൾ ഒരുപാടുണ്ട് പറയാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഫറൂഖ് കോളേജ് എന്ന കലാലയത്തിൽ പ്രൊഫസറായി തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ശിഷ്യന്മാരായി കൊണ്ടുവരുന്ന ഒരു മഹാഗുരു തന്നെയാണ്. നമ്മുടെ ബഹുമാനീയനായ അധ്യാപകനും
അതിലുപരി എഴുത്തുകാരനും എല്ലാവർക്കും എഴുതാനുള്ള കഴിവുകളുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആരും എഴുതുന്നില്ല. പക്ഷെ അദ്ദേഹം വളരെ കാലം മുതൽ, അന്ന് മൊബൈൽ ഉപയോഗിക്കാത്തതുകൊണ്ട് അയാൾ വളരെ കാലം മുതൽ എഴുതി വലിയ പ്രൊഫസറായി. എല്ലാത്തിനും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബിന് ആശംസ അർപ്പിക്കാൻ കിട്ടിയ അവസരം വളരെ ജീവിതത്തിലൊരു നല്ല നിമിഷമായി ഞാൻ കാണുകയാണ്. രാവിലെ നടന്ന മുഹമ്മദ് സാഹിബിൻ്റെ ലോകം എന്ന പരിപാടിയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മുഹമ്മദ് സാഹിബിനെ ഉപയോഗിക്കാതെ പോയ ഒരു ജനതയാണ് നാദാപുരം നിയോജക മണ്ഡലത്തിലെ ജനത എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് സാഹിബിന് നാദാപുരത്ത് ഡോക്ടർ GP കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ നൽകിയ അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ആ ഭാഗ്യത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ്. മമ്മൂക്ക എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓർമ്മ പ്രൊഫസർ P. മുഹമ്മദ് സാഹിബ്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഉളിയാവ് നാഷണൽ കോളേജിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റ് പല സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പിനും സ്ഥാപിക്കലിനും പ്രധാന പങ്ക് വഹിച്ച മമ്മൂക്ക, ഈ നാടിന് വീണ് കിട്ടിയ ഐശ്വര്യമാണ് മമ്മൂക്ക. വളരെയേറെ സന്തോഷമുള്ള ഒരു വേദിയാണല്ലോ ഇത്. ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുമ്പോഴും അവരുമായി എടുക്കുമ്പോഴൊക്കെ ഞാൻ ഓർത്തു പോകുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനുണ്ടായ ആ കഥകളാണ്. സൂഫി പരിപ്രേക്ഷ്യത്തിൽ പല പ്രാവശ്യം നമ്മൾ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവെ യഹൂദ ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിലൊക്കെ ദൈവം ആദം നബിയെ സൃഷ്ടിക്കാനിടയായ കഥ പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയത് മലക്കുകളെയാണ്, മാലാഖമാരെയാണ്. അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകതരം പ്രകാശത്തിൽ നിന്നാണ്. നമുക്കറിയാവുന്ന പ്രകാശത്തിൻ്റെ വേവ്‌ലെങ്തോ അതിൻ്റെ സ്വഭാവ ഗുണങ്ങളോ അല്ല. അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിശിഷ്ടമായ പ്രകാശത്തിൽ നിന്നാണ്. ഈ പുസ്തകം ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒന്ന് ഓടിച്ചു പോയി. പ്രത്യേകിച്ച് ഈ കെടാവിളക്കുകൾ എന്ന പുസ്തകവും അതേപോലെ വിജ്ഞാനതീരത്തെ വിനയപൂർവം എന്ന ആത്മകഥാംശമുള്ള പുസ്തകവും, അതിലോരോരുത്തരും ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിനേക്കാളും ഒന്നുകൂടി ടച്ചീവായ ഒരു പദം നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ മമ്മൂക്ക എന്നുള്ള ഒരു വാക്കായിരിക്കും. പക്ഷേ ഒരു ഔദ്യോഗികതയ്ക്ക് വേണ്ടി ഞാൻ മുഹമ്മദ് സാഹിബ് എന്ന് പറയുകയാണ്. സമൂഹത്തിന്റെ ഓരോ തുറകളിലുള്ള ആളുകളും അവർക്ക് വേണ്ട ഒരു മുഹമ്മദ് സാഹിബിനെയാണ് പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം. ഏത് ഭാഗത്തിലൂടെ നോക്കുമ്പോഴും അവർക്ക് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ, നിർവ്യാജം പറയാൻ, എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ നല്ല സന്ദേശങ്ങളോ ഓർമ്മകളോ കൃതജ്ഞതയുടെ കഥകളോ ഒക്കെ ഉണ്ട് എന്നുള്ളത് വലിയൊരു കൗതുകം പോലെ നാം അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതല്ല ഒരു ആയുസിന്റെ തുക, എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഒരു പാഠങ്ങൾ വർഷിക്കുന്ന ജീവിതമായി മാറും. അങ്ങനെ നേരത്തെ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ ചിരിക്കുമ്പോഴൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന മിതഭാഷയിൽ സ്മിതഭാഷ്യമായ മുഹമ്മദ് സാഹിബിന് അല്ലാഹു ആയുരാരോഗ്യം ഇനിയും നൽകട്ടെ. അവരെയും നമ്മളെയും ഒരു ഭംഗിവാക്കിനല്ല
ഉമ്മത്തൂർ സഖാഫത്ത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ പറയപ്പെട്ട പേരുകളേക്കാൾ കൂടുതൽ പറയപ്പെടേണ്ടിയിരുന്ന പല പേരുകളും ഒരുപക്ഷെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ട് കാണില്ല. ഇവിടുന്ന് പിരിഞ്ഞു പോയ ഈ പുസ്തകം രണ്ട് കാരണങ്ങളാണ്. പലരുടെയും സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമായ പങ്കുവഹിച്ച മഹാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. 104 ഉമ്മത്തൂക്കാരുകളുണ്ട്. 104 ഉമ്മത്തൂക്കാരും മരിച്ചുപോയി, ആരും ഹയാത്തിലില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളുമാണ് അവരെ സഹായിക്കുക, അവർക്ക് മെച്ചപ്പെട്ട കൊടുക്കുക എന്ന് തയ്യാറാവുക. ആ നിലക്കുള്ള കഴിഞ്ഞ ആളുകളാണ് കുറിച്ചാണ് ബുക്ക് അറിവ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ബുക്ക് എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മത്തൂരിലെ ആളുകൾ എങ്ങനെയാണ് കോളേജിൽ ഉണ്ടായതെന്ന് അറിയണം, ആരെല്ലാം ഇത് പങ്കെടുത്തത് എന്ന് അറിയണം, അവരുടെ സേവനം എന്താണ്, എത്രമാത്രം കഷ്ടപ്പെട്ടതെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് നാം വാസ്തവത്തിൽ ഈ ബുക്കിൽ വ്യക്തമായ ഉദ്ദേശം ഉണ്ടായത്. ഈ വിറ്റ് പൈസയാക്കുവാനില്ല, ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞ് എഴുത്തുകാരാണെന്ന് നിർദ്ദേശിക്കേണ്ടില്ല. ഇതൊന്നും എൻ്റെ ഉദ്ദേശമോ വിഷയമായിരുന്നില്ല. ഏറ്റവും വിവരമായ സ്ഥാപനം ഇവിടെ തുടർന്ന് ആഗ്രഹിച്ചു, നേരത്തെ ആഗ്രഹിച്ചു. അതിന് അന്നത്തെ കാലത്തുള്ള ആൾക്കാർ കാര്യമായി സഹകരിച്ചു തന്നില്ല. മരിച്ചുപോയ ആളുകൾ, മരിച്ചുപോയ 100 ആളുകളോട് 104 ആളുകളെ പുസ്തകത്തിലുണ്ട്. ഉമ്മത്തൂക്കാർ പാലക്കാടിലെ 100 ആളുകളുണ്ട്. അന്ന് ഉമ്മത്തൂക്കാരെ കുറിച്ച് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ബിജെപി വികാസം 4-5 പണ്ഡിതന്മാരാണ്. 4-5 പണ്ഡിതന്മാർ വരെ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അത് ബഹുമാനപ്പെട്ട പാലക്കാട് കാലി അബ്ദുൽ മുസിയാറാണ്. അബ്ദുൽ മുസിയാറിനെ കേട്ട് കാണും. 38 കൊല്ലം അദ്ദേഹം പാലക്കാട് കാലിലെ കാലിയായിരുന്നു. ബഹുമാനപ്പെട്ട സാഹിബിന്റെ പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്റെ സഫലീകരണം സർവേശ്വരനും സർവാനുഭവിയും സർവലോകരക്ഷിതാവുമായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. സാഹിബിന് പകരം അദ്ദേഹം മാത്രമെന്നുള്ള ഇന്ന് ഈ ഒരു ഗംഭീരമായ ഈ പരിപാടിയും പങ്കെടുക്കാൻ മുഴുവൻ ആളുകളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടിയിൽ നമ്മോട് സംവേദനങ്ങളിലൂടെ സംസാരിച്ച ബഹുമാനായ